നമ്മുടെ സെക്കൻഡ് ഡേ ട്രാവലിംഗ് ആണ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാമേശ്വരൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്ത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ കഴിക്കാൻ പോകണ അവിടെ ഉള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. എല്ലാവരും തട്ടുകട. ഓക്കെ, അപ്പോൾ തട്ടുകട ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ബാഗിനകത്തൊക്കെ ഉണ്ട് കണ്ടോ. ഇത് അവിടെ ലേറ്റായി, സാധനങ്ങളൊക്കെ കയ്യിലായി. എടുത്തിട്ട് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോകണം. ഇവിടെ ഫുഡിനെന്ത് പ്രത്യേകതയൊക്കെ ഉണ്ടെന്നാണ് രാമേശ്വരൻ പറഞ്ഞത്. അപ്പോൾ നമ്മളെന്ത് ഫുഡൊക്കെ പ്രത്യേകതയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പ്രത്യേകത ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്തുകൊണ്ടറിയാം, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ദോശയുടെ കൂടെ അല്ലെങ്കിൽ ഒരു ഇഡ്ഡലി വാങ്ങിക്കുമ്പോൾ ചട്ടണിയും ഒരു സാമ്പാറാണ് പൊതുവേ നമുക്ക് കിട്ടാറ്. പക്ഷേ ഇവിടെ ഒരു ദോശയുടെ കൂടെ നമുക്ക് കിട്ടുന്ന ഐറ്റമാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എല്ലാം വ്യത്യസ്തമായ ടേസ്റ്റ് കിട്ടും. എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം. എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞാൻ കഴിച്ചത് ഒന്നിച്ച്. പിന്നെ എല്ലാം മിക്സ് ആക്കിയിട്ടൊക്കെ കഴിച്ചു. ഹൗസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോൾ അവിടുത്തെ ഫുഡ് ഹൗസിന് ഇഷ്ടപ്പെട്ടില്ല, ഷീക്ക് കഴിച്ചില്ലായിരുന്നു. ഇഡലിയൊക്കെ വാങ്ങിയിട്ട് സൈഡ് ഇങ്ങനെ കുറച്ച് മാത്രം കഴിച്ചിട്ട് അവിടെ വെച്ചായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം അവർ ഫുള്ള് കഴിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് നല്ലതാണ്, എപ്പോഴും പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ നിങ്ങളിവിടെ നാട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട്, ഞാൻ എവിടെയാണ് സ്ഥലം എന്നുള്ള അടുത്ത വീഡിയോയിലും കൂടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയിട്ട് കഴിക്കാൻ താല്പര്യം കഴിക്കുക കേട്ടോ. വലിയ ദോശ, നിനക്ക് ചെറിയ ദോശ, ഞങ്ങൾക്ക് വലിയ ദോശ. എനക്കും വലിയ ദോശ. ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വെയിറ്റിംഗ് ആണ്. അവരൊക്കെ അത് വാങ്ങിയിട്ട് അവിടെ പോയിട്ട് എന്നെ കൂട്ടാതെ കഴിക്കണം കേട്ടോ. എല്ലാവരും, എൻ്റെ 2 മക്കളും എൻ്റെ ഭർത്താവും. രാമേശ്വരൻ പാവം ഇവിടെ നിന്നിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. ഓ, അതുകൊണ്ടായിരുന്നു ഞാൻ എന്നോട് സ്നേഹം എന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു ഞാൻ. ഷീക്കുവിനതല്ലേ കിഴങ്ങ് കറിയാണ്. ഇത് ചമ്മന്തിയാണ്. ഇത് മുളക് ചമ്മന്തി. സൈഡിടാം. ഒന്ന് പേരൊന്നും അറിയില്ല, നിങ്ങളെ പേരൊക്കെ എഴുതി കമന്റ് ഇട്ടോ കേട്ടോ. സാമ്പാർ വെള്ളച്ചമ്മന്തി ഉണ്ട്. വെള്ളച്ചമ്മന്തി, ഇനി ചുമന്ന ചമ്മന്തി, ഇനി ഉള്ളിവട. ഓക്കെ, അപ്പം എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തത് ഇതാണ്. അപ്പം ഇതിൻ്റെ പേര് കമൻ്റ് ഇടാം കേട്ടോ, അറിയണവർ. മെല്ലെ മെല്ലെ മറിക്കണ്ട കേട്ടാ. അത് ഉള്ളിവട. അപ്പം ഞാൻ എൻ്റെ മേടിച്ചിട്ട് തരാം കേട്ടോ. എങ്ങനെയുണ്ട് അരിശി? ടേസ്റ്റ് ഉണ്ടാ? എങ്ങനെയുണ്ട് വാവേ? ചുമ വന്നത് എന്നിട്ട് നല്ല ചൂപ്പടുണ്ട്. പിന്നെ നിങ്ങൾക്ക് പിന്നെ അറിയാലോ, സ്ഥിരം കഴിക്കുന്ന ആള്. എന്നാലും ഞങ്ങളുടെ ഇവിടെ സംബന്ധിച്ചത് കൂടുതലാണ്, കുറവല്ല. നമ്മളാകെ ചട്നി സാമ്പാർ ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ വാങ്ങിയിട്ട് വരാം. ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചോക്കട്ടെ. സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. കുറേ കറികളുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചമ്മന്തി, ഇതിൻ്റെ പേരെനിക്കറിയില്ല. പിന്നെ ഈ സാമ്പാർ, പിന്നെ ഇത് സാധാരണ നമ്മൾ വെളിച്ചെണ്ണൊക്കെ കൂട്ടി കഴിക്കുന്ന രാമേശ്വരൻ്റെ പൊടി, ചമ്മന്തി പൊടി, അതും എനിക്കിഷ്ടമായി. അത് നമ്മൾ സാധാരണ കഴിക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ പറയാം. എന്താ ഒരു കറി? ഏത് കറിയാണ്? ചമ്മന്തി ആയിരിക്കും. വാങ്ങിക്കൊണ്ടിരാം കേട്ടാ. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക്
ഷീക്കുനും എനിക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇഷ്ടപ്പെട്ടുണ്ട്. എല്ലാം വ്യത്യസ്തമായ ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. നീ അപ്പുറത്ത് ഞാൻ കഴിച്ചിട്ട് നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി. ഈ ചമ്മന്തി സാമ്പാർ വെച്ച് കൊടുത്തോ, എനിക്കറിയില്ല. നല്ല രസമുണ്ട്. എന്നാലും ഇങ്ങോട്ടൊക്കെ വരുന്ന ഇവിടെ ശ്രീകണ്ഠൻ ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു എന്നാ പറഞ്ഞത് കഴിക്കാൻ അല്ലേ? സ്ഥലം എവിടെയത്? ഏതെവിടെ ഏട്ടാ സ്ഥലം? തൊഴുവക്കോടോ? തൊഴുവക്കോടാണ്. തിരുവനന്തപുരം കാവല്ലൂരാണ്. ഇത് രാമേശ്വരന്റെ വീട് ഇത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം രാമേശ്വരൻ ഇടക്കിടക്ക് കഴിക്കും. അപ്പം നമ്മൾ ഇനി വരുമ്പോഴൊക്കെ ഇവിടെ വന്നിട്ട് ഇനി സ്ഥിരം കഴിക്കാന്ന് വിചാരിക്കണ്. അപ്പൊ നിങ്ങളിവിടെ ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും വന്ന് കഴിക്കാം. പുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കാം. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ ഒന്ന് വന്ന് കഴിച്ചു നോക്കും. ഞങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എടുത്തത്. ഇതിലൂടെ നമ്മൾ ട്രാവലിംഗ് വീഡിയോ നമ്മൾ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്, അതിന്റെ വീഡിയോ കാണിച്ചു തരാം. അത് പറ്റിയ അതിനോട് ഇടാം, ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഓക്കെ. സന്തോഷേട്ടന്റെ തട്ടുകടയിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ എങ്ങോട്ടാ പോണത്? ഇന്നലത്തെ ഫുഡും ഇന്നത്തെ ഫുഡും ഇന്നൊരു ദോശ, അത് കഴിക്കുമ്പോഴേ നമുക്ക് വയറ് ഫുൾ നിറഞ്ഞ്. ഇന്നലെ ഷീക്കു ഇഡ്ഡലിയും ഉഴുന്നുവട എടുത്തിട്ട് അതിൻ്റെ അറ്റം ഇഡ്ഡലിയുടെ അറ്റം ഇങ്ങനെ തോണ്ടിയിട്ട് എനിക്ക് വയറ് നിറഞ്ഞ് തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇന്ന് പ്ലെയിൻ ദോശ എല്ലാം ഏതായാലും 3/4 ഭാഗം കഴിച്ചു. പിന്നെ വയറ് നിറഞ്ഞിട്ട് നമ്മള് പിന്നെ ഞാൻ കുറച്ച് കഴിച്ചു. എന്തായാലും അടിപൊളി. 3 ദോശ കഴിച്ചു. ആദ്യം 2 എടുത്തു, പിന്നെ അതിന്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് പിടിച്ചിട്ട് ഞാൻ 1 കൂടി എടുത്തു. എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടല്ല അവസാനം. സന്തോഷേട്ടൻ്റെ തട്ടുകടാന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ലിങ്കിൽ പോയിട്ട് കയറി കാണാം. ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. 10:50 നിന്റെ ടൈം അല്ലെങ്കിൽ തെറ്റുന്നു. അപ്പോൾ ഓക്കെ, ബൈ. അല്ല, ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ മാത്രം സെപ്പറേറ്റ് ഇടാന്ന് വിചാരിക്കുന്നു. വ്ളോഗ് അല്ല, അങ്ങനല്ല. ഇത് നമ്മൾ ഫുഡ് കഴിക്കുന്ന മാത്രം. മറ്റേത് വ്ളോഗ്. വണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ വണ്ടി വന്നിരിക്കുകയാണ്, നമ്മൾ പോവാം. ഓക്കെ. ഇനി നമ്മള് നേരെ അങ്ങോട്ടാണ് പോണത്. പൂവാറാണ് പോണത്. ബോട്ടിങ്. അപ്പൊ രാവിലെ തന്നെ നമ്മള് ബോട്ടിലൊക്കെ കയറിയിട്ട് ഷൈ ചെയ്യാന്ന് വിചാരിക്കും. ഞാനിങ്ങനെ പറയണ്ടല്ലേ, ഇത് ആദ്യമായിട്ടുള്ള എക്സൈറ്റ്മെന്റ് ആണ്. നിങ്ങൾ വേറൊന്നും വിചാരിക്കണ്ട. അയ്യ രഞ്ജി ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്ന ഈടല്ലേ? അപ്പൊ രാഗിയോ? ഞാൻ പണ്ടെപ്പോഴും പറശ്ശേക്കട. ദീപേ, നീ ആദ്യമായിട്ടാണ് ബോട്ടിങ് കയറണത്? അപ്പൊ നീ അല്ലേ ഇന്നലെ പറഞ്ഞത് ഞാൻ അവിടെ ബോട്ടിൽ പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ്. ശീക്കുവാ ആദ്യമായിട്ടല്ലേ ബോട്ടിൽ കയറണേ? അതല്ല, ഇങ്ങനെ ഇത് അത് നമ്മൾ അപ്പുറത്തേക്ക് കേറി പോയതല്ലേ, ട്രാവലിങ് ജസ്റ്റ്. ഇത് നമ്മള് ഇങ്ങനെ ഫുള്ള് കറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ പോണത്. ഇങ്ങനത്തെ വാച്ച് ഉണ്ട്. അതാ അവന് ഒരു വാച്ച് കാണിക്കണം, വെടികൊള്ള വാച്ച്. നോക്കോ, നോക്കോ, കണ്ട തല്ലുന്ന വാച്ച് എന്നാണ് ഇതിന്റെ പേര്. ആ ഷീക്കുട്ട പേരാണ്. അപ്പൊ ഓക്കെ, ആരുഷിക്കൊന്നും പറയാനില്ല. 2 വാക്ക് ഒന്നും പറയാനില്ല. ഓള് ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കണേ. ഭയങ്കര സീരിയസ്. അപ്പൊ ഇനി നമ്മൾ ബാക്കി പോണ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. നമ്മള് ഫുഡ് കഴിക്കാൻ താമസിച്ചേട്ടാ. നമ്മള് ഫുഡ് കഴിക്കാൻ എവിടെ പോണ് പറഞ്ഞത്? ഫുഡ് കഴിക്കാൻ നമുക്ക് സീ ഫുഡ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു നല്ല സമയം ആയതുകൊണ്ട് നമുക്കൊക്കെ അടിപൊളിയായിട്ടൊന്ന് കിട്ടും.